സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. വന്ദനായ കോറപ്പിസ്കോപ്പ അച്ഛൻ, ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ, സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, the first Sunday after the New Year and the second Sunday after the Feast of Nativity. എൻ്റെ ഒരു സ്നേഹിതനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. സ്നേഹപൂർവ്വം ചോദിച്ചു, സ്നേഹപൂർവ്വം മറുപടിയും തന്നു. കൂദോശീത്തോ ഞായർ മുതൽ ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ സൺഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. ഇനിയും കടന്നു വരുന്നത് ന്യൂ ഇയർ കഴിഞ്ഞാലും ഫീസ്റ്റ് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ഫീസ്റ്റ് ഓഫ് സെയിന്റ് സ്റ്റീഫൻ, അത് കഴിഞ്ഞ് 3 നോമ്പിലെത്തും, മായൽത്തോ പെരുന്നാൾ, പിന്നെ വലിയ നോമ്പ്. സോ ഇറ്റ്സ് എ ചെയിൻ ഓഫ് ഫീസ്റ്റ് ആർ കമ്മിങ് ഇൻ ദ ലിറ്റർജിക്കൽ കലണ്ടർ. ഇതിലേറ്റവും താങ്കളെ സ്വാധീനിച്ച പെരുന്നാൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹം മറുപടി പറഞ്ഞു, ന്യൂ ഇയർ സെലിബ്രേഷൻ. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അത് നല്ല കാര്യം. ഞാൻ അങ്ങനെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്നോട് ദേഷ്യപ്പെടരുത്. അച്ഛൻ എന്നെയാണ് ഉദ്ദേശിച്ചത്, എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്, നിങ്ങളെ ആരെയുമല്ല ഉദ്ദേശിച്ചത്. ലോകത്ത് നടക്കുന്നൊരു കാര്യമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ സെലിബ്രേഷൻസ് എല്ലാം, ഈ ഫീസ്റ്റുകളെല്ലാം നമ്മുടെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി ആചരിക്കുവാൻ, ആഘോഷിക്കുവാൻ കിട്ടിയ സന്ദർഭങ്ങളാണ്. ന്യൂ ഇയർ ആഘോഷിച്ചു, വീണ്ടും നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് വായിച്ച ഒരു വേദഭാഗം, that is taken from the Gospel according to Saint Luke chapter 2 verse 40 to 52. ഇതിൽ എന്നെ സ്വാധീനിച്ച 2 വാക്കുകളുണ്ട്, 2 വാചകങ്ങളുണ്ട്. ഒന്ന്, പൈതൽ വളർന്നു, ആത്മാവിൽ ശക്തി പ്രാപിച്ചു, ജ്ഞാനം നിറഞ്ഞു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. അതോടുവിൽ അവസാനിച്ചത് ഇങ്ങനെയാണ്, യേശുവാകട്ടെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഇതിൻ്റെ മധ്യത്തിൽ ഒരു സംഭവത്തിൻ്റെ വിവരണമാണ്. മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് പോയി. 12 വയസ്സായപ്പോൾ പതിവ് പോലെ യേശുവിനെയും കൊണ്ട് അവർ പെരുന്നാളിന് പോയി. മടങ്ങുമ്പോൾ കർത്താവ് അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോൾ കർത്താവിനെ കാണുന്നില്ല. തിരികെ ചെന്നു, അവനെ കണ്ടെത്തുന്നത് വരെ അന്വേഷിച്ചു. ചെന്നപ്പോൾ ശാസ്ത്രിമാരോടും പരീശന്മാരോടും നന്നായി സംഭാഷണം നടത്തുന്ന ഒരു ബാലനെ കാണാൻ ഇടയായി. അമ്മ വളരെ ശാന്തമായി അവനോടൊരു ചോദ്യം ചോദിച്ചു, നീ എന്നെ ഇത്ര വിഷമിപ്പിച്ചോ എന്ന് ചോദിക്കുന്നതിന് പകരം നിന്റെ അപ്പനും ഞാനും നിന്നെക്കുറിച്ച് എത്രമാത്രം പ്രയാസപ്പെട്ടു എന്നറിയാമോ? ഈ ഒരൊറ്റ ചോദ്യത്തിലൂടെ ഈ കുഞ്ഞ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, തൻ്റെ സ്വന്തം അപ്പൻ്റെ അമ്മയുടെ നാടായ നസറേത്തിൽ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടു ജീവിച്ചു. ഇതാണ് ഇന്നത്തെ വേദഭാഗത്തിന്റെ രത്ന ചുരുക്കം. ഈ വേദഭാഗം മുഴുവനും കൂടെ ചേർത്താൽ വേണമെങ്കിൽ ഇങ്ങനെ ഒരു തലക്കെട്ട് അല്ലെങ്കിൽ ഒരു സെന്റൻസ് നമുക്ക് ഉണ്ടാക്കാം. It is something connected with the intellectual, physical, spiritual and social growth of a person or the holistic personality development for a child. ഇത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. മാതാപിതാക്കൾ ഒരുമിച്ച് ദേവാലയത്തിൽ പോകുന്നു മക്കളോടൊപ്പം. ഉപദേശങ്ങൾ കൊടുക്കേണ്ടുന്ന സന്ദർഭത്തിൽ ഉപദേശിക്കുന്നു. ശാസന നൽകേണ്ടുന്നത് സ്നേഹപൂർവ്വം അവതരിപ്പിക്കുന്നു. ഉൾക്കൊള്ളാനുള്ള കരുത്ത് ക്രമമായി കുഞ്ഞിന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാക്ക് ഉപയോഗിച്ചത്, ദ ഹോളിസ്റ്റിക് ഓർ ദ കോംപ്രിഹെൻസീവ് അപ്രോച്ച് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്, ഫിസിക്കൽ ഗ്രോത്ത്, സ്പിരിച്വൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഗ്രോത്ത്. ഈ കാലഘട്ടത്തിൽ മനഃശാസ്ത്രജ്ഞന്മാർ നന്നായിട്ട് നിർവചിച്ചു വെക്കുന്ന 2-3 വാക്കുകളുണ്ട്. മെച്യൂരിറ്റി ഓർ ദ കോഷ്യൻസ്,
ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാകെ രണ്ടെണ്ണം: ഇന്റലക്ച്വൽ ക്വോഷ്യൻ ആൻഡ് ഇമോഷണൽ ക്വോഷ്യൻ. ഞാനൊക്കെ മനഃശാസ്ത്രം പഠിക്കാൻ, അതിൻ്റെ അറ്റം പഠിക്കാൻ ചെന്നപ്പം അന്നത് 3 എണ്ണമായി. സ്പിരിച്വൽ ക്വോഷ്യന്റും കൂടെ കൂട്ടിച്ചേർത്തു. പിന്നീട് പഠനമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ അമേരിക്ക വന്നപ്പോൾ കേൾക്കാനിടയായി സോഷ്യൽ ക്വോഷ്യന്റ് ആവശ്യമാണ്. ഇപ്പൊ ക്വോഷ്യന്റിന്റെ എണ്ണം നോക്കിയാൽ മോർ ദാൻ 25. കാരണം ഇതിങ്ങനെ ഓരോ ഘട്ടം കഴിയും തോറും കൂടുതൽ ആർജിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് മാതാപിതാക്കൾ ഇതിലേത് വളർച്ചയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ജിംനാസ്റ്റിക് സെന്റേഴ്സ് ഉണ്ടായത്. നമുക്കെല്ലാം വളരെ കോൺഷ്യസ് ആണ്. ശരീരത്തെക്കുറിച്ച് ഒരു ബോധം, ശരീരത്തെക്കുറിച്ചുള്ള ചിന്ത. പക്ഷേ ജിമ്മിൽ പോയവരും വെയിറ്റ് ലിഫ്റ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ശ്വാസം നിലച്ചു പോയിട്ടുണ്ട്. പിന്നീട് അവരെ വിളിച്ചത് ബോഡി എടുത്തുകൊണ്ട് പോയെന്നാണ് വിളിച്ചത്. എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകുന്നവരെല്ലാം അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതൊരു കോംപ്രിഹെൻസീവ് ലെവലിലേക്ക് നമ്മൾ കൊണ്ടെത്താൻ പറ്റണം. കൊണ്ടുവരാൻ അത്രയും താല്പര്യം സ്പിരിച്വൽ ക്വോഷ്യന്റിന് നമ്മൾ കൊടുക്കുന്നു. സോഷ്യൽ എലമെന്റിന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇതിന് 2 ചിന്തകൾ കൂട്ടിവെച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഹിയർ the parents along with the baby, that means Jesus Christ, cultivating a culture of worshiping family. ആരാധിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് അവരെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. സംഘമായി ആരാധനയിൽ പങ്കെടുക്കുന്നു. ഞാൻ ഇവിടെയും ശ്രദ്ധിച്ചിട്ടുണ്ട്, വന്ന നാൾ മുതൽ കുഞ്ഞുങ്ങളെയും കൂട്ടി തന്നെ എപ്പോഴും, അത് സന്ധ്യാപ്രാർത്ഥനയ്ക്കായാലും കുർബാനയ്ക്കായാലും കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ധാരാളം പേര്. ഒരുപക്ഷെ ചെറുപ്പത്തിൽ ഒരുപാട് പേര് ശ്രമിച്ചു കാണും. പിൽക്കാലത്ത് ഇവിടെ പൊതുവെ പറയുന്നൊരു വാക്കാണ്, 12th ഗ്രേഡൊക്കെ കഴിഞ്ഞു കോളേജിലൊക്കെ പോയിട്ട് വന്നപ്പോൾ അവനിപ്പം മദ്ബഹായിലൊന്നും കയറുന്നത് അത്ര താല്പര്യമല്ല. അവന് സൺഡേ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ എന്നെ ഇങ്ങനെ അടിമുടി നോക്കാറുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് സൺഡേ സ്കൂൾ? വാട്ട് ഈസ് റോങ് വിത്ത് യു? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? അവൻ എന്തെങ്കിലും ഉപദേശം കൊടുക്കുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. അവൻ്റെ മൊബൈലൊന്ന് വാങ്ങിച്ചു വെക്കുമ്പോൾ അപ്പൻ ഇത് ഉപയോഗിക്കുന്നുണ്ടോ, പിന്നെ എനിക്കെന്ത് ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, വളർച്ചയ്ക്ക് ആവശ്യത്തിനപ്പുറമായ ഘടകങ്ങൾ ഇന്ന് മാതാപിതാക്കൾ കൊടുത്തിട്ട് പറയുന്നു, എനിക്കോ എൻ്റെ ചെറുപ്പത്തിൽ മൊബൈലൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല. അന്നുണ്ടായിരുന്നു ഇത്? അന്നില്ലായിരുന്നു. ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനേക്കാളും കൂടുതൽ ഉപയോഗിച്ചേനെ. ഞാനതൊക്കെ 2 എണ്ണം വാങ്ങിച്ചേനെന്ന് എൻ്റെ വിചാരം. ഇത് എന്നിട്ട് പറയുന്നു, എനിക്കോ സാധിച്ചില്ല, അതുകൊണ്ട് നീയെങ്കിലും നല്ല നിലയിലെത്തണം. അവനങ്ങനെ നിലയിലാകാൻ വേണ്ടി പഠിച്ച് സൺഡേ സ്കൂൾ കട്ട് ചെയ്ത് പഠിക്കുന്നു, MGOCSM കട്ട് ചെയ്ത് പഠിക്കുന്നു. എവിടൊക്കെ ആധ്യാത്മിക തലങ്ങൾ കട്ട് ചെയ്യാമോ അതെല്ലാം കട്ട് ചെയ്ത് പഠിക്കുന്ന ഒരു പ്രവണതയിലേക്ക് കടന്നു വരികയാണ്. ഒടുവിൽ അവൻ പക്വത പ്രാപിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, അവൻ ആദ്യം കൊടുത്ത ചില ഉപദേശങ്ങളിൽ അവൻ ലോകപരമായി അതിനെ കണക്ട് ചെയ്തപ്പോൾ അവൻ എന്ത് തോന്നിയോ അതിലൂടെ അവൻ്റെ വളർച്ച മുന്നോട്ട് പോയി. ഇത് ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, സമയം പോയിട്ടൊന്നുമില്ല. സ്റ്റിൽ ദ ടൈം ഈസ് വിത്ത് അസ്. അതിനാദ്യം മാതൃക കാണിക്കേണ്ടതാരാ? ഇവിടെ ആരാ ആദ്യം മാതൃക കാണിച്ച? കർത്താവ് യേശു ദൈവപുത്രനായിട്ട് വന്നിട്ട് ഈ ജോസഫിനെയും മറിയമിനെയും കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചായിരുന്നു. ജോസഫിനെയും മറിയമിനെയും സൺഡേ സ്കൂളിൽ വിട്ടായിരുന്നു. ഇത് ആദ്യം തുടങ്ങിയതാരാ? പതിവ് പോലെ അവരെവിടെ പോയി? ആരാധനാലയത്തിലെ പെരുന്നാളിന് പോയി. കർത്താവിനും 12 വയസ്സായപ്പോൾ മാതാപിതാക്കളോടൊപ്പം കർത്താവും പോകുന്നു. ദാറ്റ് ഈസ് ദ കോംപ്രിഹെൻസീവ് നേച്ചർ ഓഫ് കൾട്ടിവേറ്റിംഗ് വർഷിപ്പിംഗ് ഫാമിലി. ആരാധിക്കുന്ന ഒരു കുടുംബമായി അവർ അവരെ തന്നെ പരിശീലിപ്പിച്ചു. എന്നാൽ ആ പശ്ചാത്തലം കൂടെ പഠിക്കണം. ബേത്ലഹേമിൽ ജനിച്ചു. ദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടിട്ട് അന്ന് രാത്രി തന്നെ, അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ തന്നെ എങ്ങോട്ടാ പോയേ? നമ്മളൊക്കെ കുഞ്ഞ് പിറന്നു വന്നു കഴിഞ്ഞാൽ ആദ്യം അവർക്ക് എന്തോ കൊണ്ട് കൊടുക്കുന്നേ? ഫ്ലവേഴ്സ്. ഇതിങ്ങനെ പൂത്തൊലയട്ടെ എന്ന് പറഞ്ഞ് ഫ്ലവേഴ്സ് കൊണ്ട് കൊടുത്തു. അതെടുത്ത് കളഞ്ഞു. അവിടെ കുറച്ച് ഈച്ചയൊക്കെ വന്നിട്ട് പോയി. അത് കുറച്ച് പേര് വീട്ടിൽ കൊണ്ട് ആഴ്ചകൾ വെച്ചേക്കും, കരിഞ്ഞാലും കളയത്തില്ല. ഇതൊക്കെ അമേരിക്കൻ കൾച്ചറിന്റെ അല്ലെങ്കിൽ യൂറോപ്യൻ കൾച്ചറിന്റെ ഭാഗമായിരിക്കാം. പിന്നീട് ഓരോ വർഷം കഴിയും തോറും, അല്ലെങ്കിൽ മാമോദിസയ്ക്ക് വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്താണോ എത്തുന്നത്, അതോ സെലിബ്രേഷന്റെ സമയത്താണോ?
ഇന്ന് ഏത് പരിപാടി നടക്കണമെങ്കിലും അവിടെ എന്ത് വേണമെന്നറിയോ? ഡാൻസ് വേണം. കരോൾ ഇറങ്ങിയാൽ ഡാൻസ് വേണം. കുർബാനയ്ക്കും കൂടെ ഇനി ഡാൻസ് ആക്കിയാലോ, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ആൾ വരും. അതൊരു മൂവ്മെന്റാണ്. അതുകൊണ്ടാണ് ഈ പ്രോസ്പെരിറ്റി തിയോളജി എല്ലാം അവർക്കൊരു മൂവ്മെന്റ് ആവശ്യമുണ്ട്, മ്യൂസിക്കിന്റെ ഒരു അകമ്പടി ആവശ്യമുണ്ട്. അങ്ങനെ നിൽക്കുമ്പം പറയും ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വർഷിപ്പ്. പക്ഷെ കർത്താവിന്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടി ഇരിക്കണം, കണ്ണുനീര് പൊഴിക്കണം, പ്രാർത്ഥന ഉണ്ടാകണം, അല്പസമയം ദൈവത്തിന് വേണ്ടി സ്വയമായി ചെലവഴിക്കണം. That makes the culture of prayerful family. Second one, the feeling of Jesus is with us in the crowd. നമ്മൾ എപ്പോഴും ചിന്തിക്കും കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ട്. കാര്യം നമ്മൾ പറയുന്നത് ഒന്നും പറയുന്നില്ല തെറ്റായിട്ട്, ഒന്നും തെറ്റായിട്ട് ചെയ്യുന്നില്ല, തെറ്റായിട്ടുള്ള ഒരു നടപടിയിലും പോയില്ല. ഞാനൊരു സ്നേഹിതനോട് ചോദിച്ചു, ക്രിസ്മസിൻ്റെ അന്ന് ഈ നിറമുള്ള എന്തെങ്കിലും കഴിക്കാൻ പറ്റിയായിരുന്നു? അപ്പം എന്നെ നോക്കി ചിരിച്ചു. അപ്പം ചോദിച്ച ചോദ്യം എന്താ അറിയോ? എന്താ അച്ഛനും വേണോ? ആ ചോദ്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താ അച്ഛനും വേണോ? ന്യൂ ഇയറിന് പറ്റിയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അന്നേരവും പറ്റി. അതിനെയൊന്നും ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. പക്ഷേ അത്രയും താല്പര്യം വിശുദ്ധ കുർബാന ഒരുമിച്ച് അനുഭവിക്കാനുണ്ടായിരുന്നു. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു നീയും പോയി കുർബാന എടുക്കണം, വീട്ടിൽ പറഞ്ഞു കാണും, അത് ഡിസിപ്ലിന്റെ ഭാഗമാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്തോ ചാർച്ചക്കാരുടെ അടുത്തോ ദേവാലയത്തിൽ വരുന്ന ആളോടോ സ്നേഹപൂർവ്വം നമുക്ക് പറയാൻ പറ്റിയോ ന്യൂ ഇയറിന് വിശുദ്ധ കുർബാന സ്വീകരിക്കണം? പക്ഷെ മദ്യപിച്ചപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നേരത്തെ വരണം, കുറച്ചു നേരം ഇരിക്കണം, കുറച്ചു നേരം കഴിഞ്ഞിട്ടേ പോകാവൂ. ശരിയല്ലേ? ചില വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനെ നേരത്തെ പാക്ക് ചെയ്യും. അച്ഛന് നാളെ കുർബാനയില്ലേ അച്ഛാ, ഉറങ്ങണ്ടേ അച്ഛാ, ഒത്തിരി ശരീരത്തെ അച്ഛൻ നോക്കണം, ഷുഗർ കൺട്രോൾ ചെയ്യണം, എന്തോ കൺസേണാണെന്നറിയോ? അത് കഴിയുമ്പം അവിടെ കുർബാനയാണ്, മറ്റൊരു കുർബാന. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് കർത്താവ് നമ്മളോടൊപ്പം ഉണ്ടെന്നാണ്. പക്ഷെ ഇവർ തിരിച്ചറിഞ്ഞത് എപ്പോഴാ? ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി സംതിങ് ഈസ് ലൂസിങ്, ദ ഗ്രേറ്റ് തിങ് ഈസ് ലൂസിങ്. അത് തന്നെയാണ് ആടുകളുടെ ഉപമ കർത്താവ് പഠിപ്പിച്ചത്. 100 ആടിന്റെ കഥ പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു അതിലൊരെണ്ണം നഷ്ടപ്പെട്ടു. നമ്മളാടിനെ എന്തോ പറഞ്ഞു തന്നെ? ഞാനാണെ പറയും അത് പോട്ടെ, അത് ചിലപ്പം മലങ്കര പള്ളി പോയതായിരിക്കും, അല്ലെ സെന്റ് ജോസഫിൽ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് അവിടെ പോയതായിരിക്കും, അല്ലെ ആ ഫെയ്ത്ത് ഹോമിൽ ഇന്നൊരു പുതിയ പരിപാടിയുണ്ട്, അല്ലെ ഇന്ന് മലയാളി കടയിൽ എന്തോ ഫ്രീ കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് പോയതായിരിക്കും. പക്ഷെ കർത്താവ് പറഞ്ഞ അങ്ങനല്ല, അവിടെ നിൽക്കുക, ആ പോയവനെ അന്വേഷിച്ചോണ്ട് പോവാ, അവനെ കൊണ്ടുവരണം. ഈ ഉത്തരവാദിത്വം നമുക്ക് പറയാം അരൂപ്പാലെ അച്ഛൻ്റെ ജോലിയായിരുന്നു നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. പിന്നീട് പറയാൻ ചെറിയാനച്ഛൻ്റെ ജോലിയായിരുന്നു. ഇപ്പം ഞങ്ങൾ 3 അച്ഛന്മാരുടെയും ജോലിയാ. ഞാൻ പറയും നിങ്ങളും കൂടെ ചേർന്ന് നിന്നാൽ ഈ കാണാതെ പോയ ആടുകളെ കണ്ടെത്താൻ പറ്റും. ഈ കണ്ടെത്തണമെങ്കിൽ നമുക്കൊരു ശ്രദ്ധ ഉണ്ടാകണം. മാതാപിതാക്കൾ കൂടെ നോക്കുന്നുണ്ട്. ചാർച്ചക്കാരുടെ, ബന്ധുജനങ്ങളുടെ, നാട്ടുകാരോടൊപ്പം കർത്താവ് ഉണ്ടെന്ന് ചിന്തിച്ചെങ്കിലും ഒരു ദിവസം കഴിഞ്ഞു, ആളുകൾ കുറയാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി കർത്താവ് കൂടെയില്ല. അന്വേഷിച്ചു, ചെന്നു, കണ്ടെത്തി. പക്ഷെ വടിയും കൊണ്ടാണ് പോയി. എൻ്റെ അമ്മയായിരുന്നു 2 വടി കൂടെ കൈവച്ചേനെ, 2 കൈയിലും വെച്ചേനെ. അപ്പൻ അന്നേരം അടിച്ചില്ലെങ്കിലും കടുപ്പിച്ചൊരു നോട്ടം നോക്കിയേനെ. പക്ഷെ ഈ അമ്മ വളരെ സ്നേഹപൂർവ്വം ആ കാര്യം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് കൗൺസിലിംഗ്. എൻ്റെ മോനെ, നിന്റെ അപ്പനും ഞാനും നിന്നെക്കുറിച്ച് എത്രമാത്രം വ്യസനിച്ചു എന്ന് നിനക്കറിയോ? ഇത്രയും പറഞ്ഞപ്പം എന്ത് ഇമോഷനാണ് കൊടുത്തതെന്നറിയോ? ഈസ് ഇറ്റ് എ ബാഡ് ഫീലിംഗ് ഓർ എ സാഡ് ഫീലിംഗ് ഓർ എ മാഡ് ഫീലിംഗ് ഓർ എ ഗ്ലാഡ് ഫീലിംഗ്? ഞാൻ പറയും there is a relationship of glad feeling with emotions, plenty of emotions. കർത്താവിൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വന്നു കാണും. നമ്മൾ പറഞ്ഞിട്ട് ആരാ കരഞ്ഞ? അവസാനം ഒറ്റയ്ക്ക് പോയിരുന്നു കരഞ്ഞു. അമ്മ അടിയും കൊടുത്തു, അമ്മ 2 ദിവസം കരഞ്ഞു. അപ്പൻ 2 ദിവസം അമ്മയോട് മിണ്ടിയില്ല. ദാറ്റ് ഈസ് അവർ സൈക്കോളജി, ദാറ്റ് ഈസ് അവർ കൗൺസിലിംഗ് ടെക്നിക്. ഇത് കണ്ടുപഠിക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. ഹിയർ comprehensive type of growth is happening in the life of Jesus Christ in the family of Nazareth. നമുക്കും അത് പാലിക്കാൻ 2 ചിന്തകളെ ഞാൻ പറഞ്ഞുള്ളൂ. We have to rethink and redefine about the cultivation of what is the cultivation of ഞാനിത് പറയും
കുറച്ച് പേര് ഇത് വീഡിയോ പോകുന്നതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ കാണും 1000 വ്യൂവേഴ്സ്. അവരിത് കണ്ടിട്ടൊന്നുമല്ല, പുതുപ്പള്ളി കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നോക്കി സെൻറ് തോമസിലൂടെ ഒന്ന് കയറിയേക്കാം. സെൻറ് തോമസിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നി എന്നാൽ പിന്നെ പരുമലയിലും കൂടി ഇച്ചിരി കണ്ടേക്കാം, എവിടെ നല്ലത് ഒക്കെ നോക്കി അവസാനം നമ്മൾ ഇറങ്ങി. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നമ്മൾ പറയുന്നു നമ്മുടെ വീഡിയോ 1000 പേര് കണ്ടു, 1000 പേര് തൊട്ട് നോക്കിയതേ ഉള്ളൂ, കണ്ടില്ല. ചിലരുടെ നോക്കിയത് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പം കാണിക്കുന്നു, പിറ്റേ ദിവസം ഒരു റീൽ അവരിറക്കും സെൻറ് തോമസിന് വേണ്ടി. അത്ര ത്യാഗം സഹിക്കുന്നവരും ഈ വ്യൂവേഴ്സിന്റെ കൂട്ടത്തിൽ നമുക്കുണ്ട്. അവരിപ്പോൾ നാളെ എന്നെ അടുത്ത റീലിനകത്ത് കൊണ്ടുവരും, ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട്. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ചിന്തിക്കുക, കൾട്ടിവേഷൻ ഓഫ് എ വർഷിപ്പിംഗ് ഫാമിലി ആൻഡ് സെലിബ്രേഷൻസ് may or may not be real, but make sure that Christ is always with us in the celebrative part as well as in the spiritual matter. വലിയവനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ.